ഇഞ്ചോടിഞ്ച് നടന്ന പോരാട്ടം, അതിനൊടുവിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ ജനത. ചേലക്കരയിലും വയനാട്ടിലും പക്ഷേ ഈ ആവേശം അല്ലെങ്കിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിവാദ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ട ആവേശം പോളിംഗിൽ കണ്ടോ എന്നുള്ളതാണ് സംശയം. ചേലക്കരയിലും വയനാട്ടിലും കഴിഞ്ഞ തവണത്തേതിനാൽ പോളിംഗ് ശതമാനം കുറയുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ പോളിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികളുടെ ചങ്കിടിപ്പ് കൂട്ടുന്നുണ്ടോ? തത്സമയം പാലക്കാട് നിന്ന് തെരഞ്ഞെടുപ്പ് ഷോയിലേക്ക് വീണ്ടും സ്വാഗതം. വലിയ പ്രതീക്ഷയായിരുന്നു വയനാടിനെ സംബന്ധിച്ചിടത്തോളം. UDF ഭൂരിപക്ഷം കുത്തനെ ഉയർത്തുമെന്ന് അവകാശപ്പെട്ടിരുന്നതാണ്. ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയെന്ന് LDFും അതോടൊപ്പം തന്നെ NDAയും അവകാശപ്പെടുന്ന സ്ഥലത്ത് പോളിംഗ് ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞു. വയനാട്ടിൽ 64.71 ഇതുവരെ രേഖപ്പെടുത്തുന്ന പോളിംഗ് ശതമാനം. ഈ കഴിഞ്ഞ തവണ 70-ന് മുകളിൽ കടന്ന പോളിംഗ് ശതമാനമാണ് ഇത്രയേറെ താഴ്ന്നിരിക്കുന്നത്. സുൽത്താൻ ബത്തേരിയിൽ തന്നെ കൊട്ടിക്കലാശമൊക്കെ വലിയ കളർഫുൾ ആയിട്ട് നടന്ന സുൽത്താൻ ബത്തേരിയിൽ തന്നെ ഏറ്റവും കുറവുണ്ടായിരിക്കുന്നു. ഏറനാടാണ് താരതമ്യേന കൂടുതൽ പോളിംഗ് ഉണ്ടായത്. ചേലക്കരയിലും പോളിംഗ് കുറഞ്ഞിരിക്കുന്നു. ചേലക്കരയിൽ 72.54% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. MG മിഥുൻ ചേലക്കരയിൽ നമുക്കൊപ്പം ചേരുമ്പോൾ, മിഥുൻ, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ചേലക്കര. മാറ്റമുണ്ടാകുമെന്ന് UDFും ഞങ്ങൾക്ക് അവസരം തരുമെന്ന് NDAയും പറയുമ്പോൾ ഒരു ലിറ്റ്മസ് ടെസ്റ്റ്, 2026 തെരഞ്ഞെടുപ്പിന്റെ ലിറ്റ്മസ് ടെസ്റ്റ് ചേലക്കരയിൽ എന്ന് പറയുന്നു. അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയായി മാറുന്നു. വലിയ ശക്തമായിട്ടുള്ള പ്രചാരണം, അതിനേക്കാൾ കളർഫുൾ ആയിട്ടുള്ള സജീവമായിട്ടുള്ള ഒരു കൊട്ടിക്കലാശം എല്ലാം നടന്ന ഒരു മണ്ഡലത്തിൽ പക്ഷേ പോളിംഗ് ശതമാനം കുറഞ്ഞത് അത് ഏത് ക്യാമ്പിനെയാണ് ആശങ്കയിലാക്കുന്നത്? അപർണ, ചേലക്കരയിലെ ജനങ്ങൾ വിധിയെഴുതിയിരിക്കുന്നു. പക്ഷേ ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ മികച്ചൊരു പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം 72.54 ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഔദ്യോഗികമായ കണക്ക് പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കുറച്ചുകൂടി കൂടാനുള്ള സാഹചര്യമുണ്ട്. ഔദ്യോഗിക കണക്ക് അല്പസമയത്തിനകം തന്നെ പുറത്തു വരികയും ചെയ്യും. പക്ഷേ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ 1,53,000 ചിലവാനം വോട്ടുകളായിരുന്നു ഇവിടെ പോൾ ചെയ്തത്. ആ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ ഇത്തവണ വലിയ രീതിയിൽ വർധനവുണ്ടായിട്ടുണ്ട്. റെക്കോർഡ് തന്നെ അത് കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ചേലക്കരയിൽ എന്നുള്ളത് തന്നെയാണ്. 1,54,000-ലധികം വോട്ടുകൾ ഇത്തവണ പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുവ വോട്ടർമാരൊക്കെ തന്നെ 10,000-ഓളം യുവ വോട്ടർമാർ ഇത്തവണ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. അവരെയൊക്കെ തന്നെ ഇത്തവണ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് മുന്നണികൾ അവകാശവാദമായും രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് മൂന്ന് മുന്നണികളെ സംബന്ധിച്ച് ഒരേപോലെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ രാവിലെയൊക്കെ നമ്മൾ മണ്ഡലത്തിൽ നിരവധി ബൂത്തുകളിൽ പോയതാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് ഏകദേശം ഒരു 3 മണി വരെ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ വലിയ രീതിയിലുള്ളൊരു ക്യൂ അനുഭവപ്പെടുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ഒരു പക്ഷേ 2021 ഉച്ചവരെയുള്ള ടൈമുകൾ നോക്കുമ്പോൾ ഏകദേശം 1 മണി വരെയുള്ള ഒരു ടൈമിൽ 33% മാത്രമായിരുന്നു അന്ന് രേഖപ്പെടുത്തുന്നത്. പക്ഷേ ഇത്തവണ ഒരു 40% മുകളിലേക്ക് ഉച്ചവരെ 1 മണി വരെയുള്ള ആ ഒരു പോളിംഗ് ശതമാനം നോക്കിയപ്പോൾ നമ്മൾ കാണുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു നോക്കിയപ്പോൾ ഒരുപക്ഷെ ഒരു 80-ന് മുകളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചെടുത്താണ് 72.54 എത്തി നിൽക്കുന്നത്. എന്തായാലും 3 സ്ഥാനാർത്ഥികൾ നമ്മൾ അല്പസമയത്ത് മുമ്പ് സംസാരിച്ചിരുന്നു. UR പ്രദീപ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ അവരുടെ ക്യാമ്പിൽ ചില ആശങ്കകളുണ്ട്. കാരണം നേരത്തെ അപർണ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചേലക്കര അങ്ങനെ കൈവിട്ട് കളയാൻ സാധിക്കില്ല. ഇടതുമുന്നണിയെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ കോട്ട ഉരുക്കുകോട്ടയായി തന്നെ നിലനിർത്തണം. പക്ഷേ 5,000-ൽ താഴെ വോട്ടുകൾ മാത്രം നേടുമെന്നാണ് അവരിപ്പോൾ അവകാശപ്പെടുന്നത്. അതായത് നേരത്തെ ഒരു 12,000 അല്ലെങ്കിൽ 20,000 മുകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വോട്ട് നേടി വലിയ ഭൂരിപക്ഷത്തോടെ ഇത്തവണ 12 നിലനിർത്തുമെന്ന് പറഞ്ഞ LDF ഇപ്പോൾ ജയിക്കുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ജയിക്കും, പക്ഷെ ഭൂരിപക്ഷം ഞങ്ങൾ നോക്കുന്നില്ല എന്ന തരത്തിലേക്ക് നേതാക്കൾ പറയുന്നു. പരസ്യമായി പറയുന്നില്ല എങ്കിൽ പോലും തന്നെ നമ്മൾ രഹസ്യമായി പറയുന്ന കാര്യം അത് തന്നെയാണ്. അതേസമയം UDF ക്യാമ്പിന് ഇത്തവണ അച്ചടക്കത്തോട് നടത്തിയ ആ ഒരു പ്രവർത്തനങ്ങൾ അത് വലിയ അനുകൂലമായി മാറും. സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ രമ്യ ഹരിദാസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ നേതാക്കൾക്കൊക്കെ ഉണ്ട്. അതൊക്കെ അനുകൂല ഘടകമായി മാറും. സർക്കാർ വിരുദ്ധ വോട്ടുകൾ അത് UDFന് അനുകൂലമായി ലഭിക്കും. ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. ആ സ്പ്ലിറ്റ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് UDFന് തുണയായി മാറുമെന്നുള്ള കണക്കുകൂട്ടൽ UDF ക്യാമ്പിനുണ്ട്. അതേസമയം NDA ക്യാമ്പ് അല്പസമയത്തിന് മുമ്പാണ് നമ്മൾ കെ ബാലകൃഷ്ണനുമായി സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് തന്നെ
ഇത്തരത്തിൽ ഒരു പുതുമുഖ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്റെ ആവുന്ന തരത്തിൽ തനിക്ക് ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. തനിക്ക് അനുകൂലമായി സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു റിസൾട്ട് ഇത്തവണ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ ഒരു ഭൂരിപക്ഷം പറയാൻ തയ്യാറല്ല. എങ്കിൽ പോലും തന്നെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ ബിജെപിയുടെ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അങ്ങനെ സാധിച്ചാൽ അത് ആരുടെ വോട്ടുകളായിരിക്കും ബിജെപി പിടിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. മറ്റ് രണ്ടുപേർ കൂടിയുണ്ട്. എൻ കെ സുധീറിന്റെ കാര്യം. എൻ കെ സുധീർ എത്രത്തോളം വോട്ട് വിടുന്ന പിടിച്ചുമാറ്റും, അത് ആരുടെ വോട്ട് ബാങ്കിൽ നിന്നടക്കമുള്ള കാര്യങ്ങളാണ്. കൂടാതെ തന്നെ മറ്റ് സ്വന്തം സ്ഥാനാർത്ഥികളുണ്ട്. അവരെത്രത്തോളം വോട്ട് പിടിക്കുമെന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു. ഇനി ആർക്കൊപ്പമാണ് മണ്ഡലം ചേലക്കരയിലെ ചെങ്കോട്ടക്കാക്കുമോ അതോ UDF-നൊപ്പം കൈപിടിച്ച് രമ്യ ഹരിദാസുമായി പാട്ടുപാടി മുന്നോട്ട് പോകുമോ അതോ താമര വിരിയുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാൻ ഇനി കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ്. അപർണ. MG മിഥുൻ ചേലക്കരയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് CPM MLA ശ്രീ പ്രേംകുമാർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ചേലക്കര എന്ന് പറയുന്നത് അതൊരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും 2026 എന്നുള്ളത് വലിയ തരത്തിൽ പ്രതീക്ഷിച്ചത്. ഇപ്പം ഇത്രയും ശക്തമായുള്ളൊരു പ്രചാരണം ഈ ഉപതെരഞ്ഞെടുപ്പിൽ നടന്നിട്ടും വയനാട്ടിലും ചേലക്കരയിലും പ്രതീക്ഷിച്ച പോളിംഗ് ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നിരിക്കുന്നത്. ഈ പോളിംഗ് ഒരു 70 കടക്കുമ്പോൾ അത് ഭരണവിരുദ്ധ വികാരമാകുന്നു UDF പറയുന്നു. ഒരു 80ഓളം പോകും എന്നുള്ള പ്രതീക്ഷ. പക്ഷേ 80ഓളം പോയില്ല. ഇപ്പോൾ 72-ൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഭരണവിരുദ്ധ വികാരം റിഫ്ലക്ട് ചെയ്തതാണെന്നുള്ളൊരു ഈ UDF-ന്റെ ഒരു അവകാശമുണ്ട് ഈ മിനിറ്റുകളിൽ. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ചേലക്കര ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിന്ന മണ്ഡലമാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് ആശങ്കയുളവാക്കുന്ന നിലയിലുള്ള പോളിംഗ് ശതമാനത്തിലെ വർധനവോ കുറവോ അവിടെ ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷം പൊതുവിൽ നല്ല നിലയിൽ പോളിംഗിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന LDF-ന് ലഭിക്കാവുന്ന വോട്ടുകൾ പരമാവധി പോൾ ചെയ്യിക്കാൻ പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ നിലയിൽ ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് അഭിമാനകരമായിട്ടുള്ള വിജയം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കും എന്ന് LDF-ന്റെ സ്ഥാനാർത്ഥി UR പ്രദീപ് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മുന്നണി വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്തു എന്ന് പറയുന്നിടത്ത് ഭരണ വിരുദ്ധ വികാരം, വികസനവുമായിട്ട് ഉന്നയിച്ച വിഷയങ്ങൾ ഇതൊക്കെ അനുകൂലമാകുന്നതാണ് പറയുന്നത്. അതായത് ഈ ഭരണത്തിന്റെ വിലയിരുത്തലാകുന്നു പറയുമ്പോൾ അത് വിജയം ഒരുമിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വിജയ ശതമാനം കുറഞ്ഞാലൊക്കെ ആ തരത്തിൽ കണക്കാക്കണം എന്ന് ഇടതുമുന്നണി CPM കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് ചേലക്കരയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്നതിൽ രണ്ട് അഭിപ്രായമില്ല. മാത്രമല്ല, പ്രദീപ് 5 വർഷക്കാലം നല്ല നിലയിൽ MLA ആയി അവിടെ പ്രവർത്തിച്ച് ജനങ്ങളുടെ എല്ലാ നിലയിലുള്ള അംഗീകാരവും സ്നേഹവും പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ പ്രദീപ് തന്നെ വീണ്ടും അവിടെ മത്സരിക്കുമ്പോൾ പ്രദീപിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി തന്നെ ഒരു വലിയ സ്വീകാര്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ മണ്ഡലത്തിലുണ്ടായിട്ടുണ്ട്. ആ നാട്ടുകാരനാണ്, ജനങ്ങളുടെ പൾസ് അറിയുന്നയാളാണ്, വളരെ ചെറിയ പ്രായം തൊട്ടേ അവിടെ പൊതുരംഗത്ത് പ്രവർത്തിച്ചയാളാണ്. സ്വാഭാവികമായിട്ടും ആ അനുഭവത്തിൻ്റെ ഒരു കരുത്തിലാണ് ശ്രീ UR പ്രദീപ് അവിടെ ഇത്തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ്, സർക്കാരിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിലയിരുത്തലാണ് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തോടു കൂടി അവിടെ വിജയിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ്. UDF-ന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് CPM-നേക്കാളും നന്നായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെക്കാളും നന്നായിട്ട് ഒരു കോർഡിനേഷൻ അവിടെ നടന്നു എന്നുള്ളൊരു ആത്മവിശ്വാസം രമ്യ ഹരിദാസിന്റെ ക്യാമ്പ് പ്രകടമാക്കുന്നു. മാത്രമല്ല അൻവർ ഇഫക്റ്റ് CPM വോട്ടുകളായിരിക്കും ചോർത്തിയിട്ടുണ്ടാവുക എന്ന് ഉള്ള ഒരു വിലയിരുത്തലുണ്ട്. അതിനെ ഇപ്പോൾ ഈ പോളിംഗ് കഴിഞ്ഞ ഈ സമയത്ത് അത് പരിപൂർണമായിട്ട് തള്ളുകയാണോ? അല്ല, പരിപൂർണമായിട്ട് തള്ളണമെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന് കിട്ടാവുന്ന വോട്ട് എന്തായാലും ഇത്തവണ ശ്രീ അൻവറിന് കിട്ടാൻ ഇടയില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. അൻവർ എന്താണെന്നും അദ്ദേഹത്തിൻ്റെ രീതി എന്താണെന്നുമൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. പാലക്കാട് അദ്ദേഹം നടത്തിയിട്ടുള്ള യോഗം, അതിൽ പങ്കെടുത്ത ആളുകൾ, അവർ നൽകിയിട്ടുള്ള പ്രതികരണം, അതൊക്കെ കേരളത്തിലെ ജനാധിപത്യ സമൂഹവും നാടൊന്നാകെയും കാണുന്നുണ്ട്. അത് ചേലക്കരയിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അതൊന്നും ഇടതുപക്ഷത്തിൻ്റെ ജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേലക്കരയെ സംബന്ധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഒരു സെക്കൻഡ് താങ്കളിൽ നിന്ന് ഞാനൊന്ന് ഇപ്പം നമ്മൾ ചേലക്കരയാണ് പറഞ്ഞത്. ചേലക്കരയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ LDFന് യാതൊരു ആശങ്കയുമില്ല, മുന്നണി വോട്ടുകളെല്ലാം പോൾ ചെയ്തിട്ടുണ്ടെന്ന് ശ്രീ പ്രേംകുമാർ MLA നമ്മളോട് പറയുന്നു. നമുക്ക് വയനാട്ടിൽ നിന്ന് CV അനുമോദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് UDFന്റെ പ്രതീക്ഷ, ശക്തമായിട്ടുള്ള മത്സരമെന്ന് LDFും NDAയും പറഞ്ഞിട്ടും വയനാട്ടിൽ കൃത്യമായ എടുത്തു പറയാവുന്ന തരത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ച ജനത വോട്ടെടുപ്പിന് മുഖം തിരിച്ചു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഇത് ഏത് തരത്തിൽ, ഏത് ക്യാമ്പിനെ, UDF ക്യാമ്പിനെ മാത്രമാണോ ആശങ്കയിലാക്കിയിരിക്കുന്നത്?